ദീന് പഠിക്കുക, അതാണ് പ്രധാനം. ദീനിൻ്റെ വ്യത്യസ്ത നമ്മളൊന്നും ഒരിക്കലും ആലോചിക്കാത്ത ഒരുപാട് മേഖലകൾ ദീനിൽ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ ആലോചിക്കപ്പോഴും ചെയ്യാത്ത തലങ്ങളിലേക്ക് പണ്ഡിതന്മാർ ഈ രംഗത്ത് ധാരാളം സേവനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അവരുടെ ആ ഒരു അറിവിൻ്റെ ആഴം നമുക്കതിൽ നിന്ന് മനസ്സിലാവും. എങ്ങനെയൊക്കെയോ തെളിവെടുക്കുന്നത്, ഓരോ വാക്കിൽ നിന്ന് അവിടെയൊക്കെ തെളിവെടുത്ത് കൊണ്ടുപോയ രീതികൾ കാണുമ്പോൾ അവിടെയൊക്കെ അറിവെത്രയായിരുന്നു, അവിടെയൊക്കെ സൂക്ഷ്മത ഈ രംഗത്ത് എത്രയായിരുന്നു എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പരമാവധി സൂക്ഷ്മത ദീനിൻ്റെ വഴിയിൽ പാലിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഏതായാലും ചാടിക്കയൊരു സംഗതിയിൽ അത് പാടില്ല, അത് പാടുണ്ട്, അത് ഹറാമാന്ന് പറയുമ്പോൾ 100 വട്ടം നമ്മൾ ആലോചിക്കണം. അള്ളാഹുടെ ദീനാണ്. ഇത് ഹറാമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹ് ഹറാമാക്കീനാണ്. ഹലാലെന്ന് പറയുമ്പോൾ അതിനർത്ഥം അള്ളാഹ് അത് ഹലാലാക്കീനാണ്. അതുകൊണ്ട് ഒരു ആൾ സംഗതിയെപ്പറ്റി രജാചര്യ ഹറാമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് നന്നായി ആലോചിച്ചിട്ട് വേണം പറയാൻ. മറ്റേ അള്ളാഹുടെ ദീനിൽ അള്ളാഹിൻ്റെ പേരിൽ ഇല്ലാത്തത് ഉണ്ടാക്കി പറയലായി മാറും. അതുകൊണ്ടാണ് ഫത്വ എന്നുള്ളത് വലിയ സ്ഥാനമാണ്. ആലിം എന്നതിനേക്കാളും വലിയ ഗൗരവമാണ് മുഫ്തി, അതിനേക്കാളും വലുതാണ് ഖാദി. ആലിം പണ്ഡിതനാണ്, പണ്ഡിതൻ വിധികൾ കൈകാര്യം ചെയ്യുന്നേ ഉള്ളൂ. മുഫ്തി അതല്ല. മുഫ്തി ഒരാളുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അയാൾക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഇതിനേക്കാളും വലിയ ഉത്തരവാദിത്തമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തൊലാക്ക് ചൊല്ലി ഭാര്യ തിരിച്ചെടുത്ത് വന്നൊരാളുടെ അത് നിൻ്റെ തിരിച്ചെടുത്ത് ശരിയായിട്ടുണ്ടോ ശരിയായിട്ട് ഓരോ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കുറച്ചുകൂടി ഗൗരവം. അതാണ് ഫത്വ. ആലിമിനെ സംബന്ധിച്ചൊന്നുമില്ല. ആലിമിനെ സംബന്ധിച്ച് അല്ലാഹു റസൂലും പറഞ്ഞെന്താണോ അതോടെ പറഞ്ഞാൽ മതി. ഒരാൾ ഒരു പ്രശ്നവുമായി വരുമ്പോൾ ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ തീരുമാനം ഇതാണ്, നീ ഇങ്ങനെ ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞു കൊടുക്കലാണ് മുഫ്തിയുടെ പണി. ഖാദിയാകുമ്പോൾ പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല, അത് നടപ്പാക്കലുമാണ്. ഇത് പറഞ്ഞു കൊടുക്കും വേണം, പ്ലസ് ഇഫ്താഉം വസിയാദ എന്ന ഖാദിക്ക് ഇഫ്താഉമുണ്ട്, പുറമെ അത് നടപ്പാക്കലുമുണ്ട്. അപ്പോൾ കുറച്ചും കൂടി അതിന് ഗൗരവം കൂടി. അതുകൊണ്ട് ഫത്വ കൊടുക്കുക എന്നത് വലിയ പേടിച്ചാണ് മുൻഗാമികളൊക്കെ. പഴയകാല അഹ്ലുസുന്നയുടെ നേതാക്കന്മാർ ഇമാം മാലിക്, ഇമാം ഷാഫി പോലൊക്കെ നാട്ടിലെ ഔദ്യോഗിക മുഫ്തിമാരായി ഗവൺമെൻറ്റുകൾ, രാജാക്കന്മാർ, ഭരണാധികാരികൾ നിയമിച്ചപ്പോൾ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. മുഫ്തി സ്ഥാനം ഏൽക്കാത്തതിൻ്റെ പേരിൽ, ഖാദി സ്ഥാനം ഏൽക്കാത്തതിൻ്റെ പേരിൽ മർദ്ദിക്കപ്പെട്ടവരുണ്ട്. എന്നിട്ടും പോലും ഏറ്റില്ല. കാരണം മർദ്ദിക്കപ്പെട്ടതിനും വേണ്ടില്ല, അത് ഇവിടുന്ന് കഴിയും, മറ്റേ അവിടുന്ന് കിട്ടുന്നത് ഇതിലും വലുതേക്കും. അതുകൊണ്ട് എനിക്കത് ഏൽക്കാൻ പറ്റില്ല. കാരണം ഈ ബേജാറാണ്. ആളുകൾക്കെല്ലാം തീരുമാനം പറഞ്ഞു കൊടുക്കാതെ അങ്ങനെ ചെയ്തു പറയുമ്പോൾ അതിനൊക്കെ ഉത്തരവാദിത്തം തനിക്കാണല്ലോ. പിന്നീട് അതിൽ ചില അലസതകൾ വന്നു. പിന്നെ ഖാദി സ്ഥാനത്തിന് മത്സരം വന്നു. പിന്നെ ഇപ്പൊക്കെ ഇപ്പം അങ്ങനെയാണ്. ഇപ്പോൾ ഖാദിക്ക് ബദൽ അപ്പുറത്ത് വേറെ ഖാദി, അതിന് ബദൽ ഇപ്പുറത്തെ ഖാദി, ഇങ്ങനെയൊക്കെ വരുന്നത് ഇതിൻ്റെ എല്ലാ ഗൗരവവും നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെ ഹിജ്റ 5, 6, 7 നൂറ്റാണ്ടുകളിൽ മദ്ഹബി പക്ഷപാതിത്വങ്ങൾ, അതേപോലെ മറ്റു ഈ വ്യത്യസ്തമായ കക്ഷിത്വങ്ങൾ ഇതൊക്കെ വന്നപ്പോൾ അവിടെയൊക്കെ പലരും മുഫ്തിമാരായി, ഖാദിമാരായി സ്വയം രംഗത്ത് വന്നു. ഇപ്പോൾ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സ്വയം പേരെടുത്ത്. അതൊക്കെ എത്ര വലിയ ഗൗരവമുള്ള വാക്കാരിയോ. ഇത് വെറുതെ 10 രൂപ ഉണ്ടാക്കാൻ ഏർപ്പാടൊന്നുമില്ല. അതിന് മഹലിൽ ഫത്ത് കൊടുക്കാൻ തന്നെ എത്ര പണിയുണ്ട്. ഒരു മഹലിൽ ഒരു 1000-2000 മുസ്ലിമീങ്ങളുണ്ടെങ്കിൽ എല്ലാ പ്രശ്നവും ഫത്ത് കൊടുക്കാൻ മാത്രം യോഗ്യത ഉള്ളത് പറയണമെങ്കിൽ എവിടെ എത്തണം? ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ആണെങ്കിൽ എത്ര വലുതാവണം? ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിമീങ്ങളുടെയും എല്ലാ പ്രശ്നത്തിനും മതവിധി പറഞ്ഞു കൊടുക്കാൻ മാത്രം യോഗ്യത ഉണ്ടെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുകയാണ്. അത് ചെറിയ വാക്കല്ല. ഏതായിരുന്നാലും ഈ അന്നത്തെ കാലത്ത് ഈ ഫത്വ കൊണ്ട് കളിക്കുന്ന ഏർപ്പാട് വന്നു. അന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് കിതാബ് എഴുതി മുഫ്തിമാർക്ക് വേണ്ടി മാത്രം. ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ അർ റബ്ബിൽ ആലമീൻ. ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ അർ റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീന് വേണ്ടി ഒപ്പിടുന്നവരെ അറിയിക്കാനുള്ള ഗ്രന്ഥം. മുഫ്തി എന്ന് ഉപയോഗിക്കാതെ ഇബ്നു ഖയ്യിം ഉപയോഗിച്ച വാക്ക് റബ്ബുൽ ആലമീന് വേണ്ടി ഒപ്പിടുന്നവർ എന്നാണ്. കാരണം മുഫ്തി ഫത്വ കൊടുക്കുമ്പോൾ അവൻ ചെയ്യുന്ന പണി എന്താണ്? ഈ കാര്യം അള്ളാഹു നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണല്ലോ. അള്ളാഹ്ക്ക് വേണ്ടി ഒപ്പിടുകയാണ്. അപ്പോൾ ആ കിതാബിൻ്റെ പേര് വായിച്ചാൽ തന്നെ ലേശ ഈമാനുള്ളവന് ബേജാറാവും. അതിൽ അദ്ദേഹം അഡ്രസ്സ് ചെയ്ത് മൊത്തം പണ്ഡിതന്മാരെയാണ്, മുഫ്തിമാരെയാണ്. നിങ്ങൾ അള്ളാഹുടെ ദീനാ പറഞ്ഞത്, അള്ളാഹ് പറഞ്ഞാൽ പഠിപ്പിക്കണത് കുറച്ച് ഗൗരവം വേണം. സ്വഹാബിമാർ, താബിഈങ്ങൾ മുതലുള്ളവർ ദീന് കൈകാര്യം ചെയ്തപ്പോൾ കാണിച്ച ഗൗരവങ്ങൾ, ഓരോ ബേജാറുകൾ, സൂക്ഷ്മതകൾ, അതൊക്കെ അദ്ദേഹം ഒരുപാട് സംഭവങ്ങളെ നിരത്തിക്കൊണ്ട് ഇത് തമാശയാക്കേണ്ടതല്ല, ഗൗരവമായി കാണേണ്ടതാണ് എന്ന് പണ്ഡിതന്മാരെ ഉണർത്താനാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ആ ഗ്രന്ഥം എഴുതിയത്. ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ അർ റബ്ബിൽ ആലമീൻ എന്ന ഗ്രന്ഥം ഇബ്നു ഖയ്യിം ചെറിയ കിതാബാണ്, 100 ചില പേജേ ഉള്ളൂ. അദ്ദേഹം അത് എഴുതി ഈ ഒരു
ഉദ്ദേശത്തിലാണ്. ഏതായിരുന്നാലും ഇന്ന് മുസ്ലിമീങ്ങളുടെ ഒരു പരീക്ഷണം ഇതാണ്. എല്ലാവരും മുഫ്തിമാർ, എല്ലാവരും പണ്ഡിതന്മാർ എന്ന് ചോദിച്ചാലും പറയാൻ എല്ലാവരും തയ്യാറുള്ളവർ, തിരിച്ചു മറിച്ച് ആരെയും കൂടി വേണ്ട, ഒറ്റയടിക്ക് എല്ലാത്തിനും ഉത്തരം കൊടുക്കുന്നവർ. അതൊന്നും നല്ല ശൈലിയല്ല. ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കാൻ കഴിയുമെന്ന് ഒരാൾ വാദിക്കുന്നുവെങ്കിൽ അവന് ഭ്രാന്തനാണ് നാം മുൻഗാമിയുള്ളത്. എന്തു വെച്ചാലും പറഞ്ഞുതരാം എന്ന് പറയണമെങ്കിൽ ഒരു സുഖമില്ലാന്ന്, തക്ക സുഖമുള്ളവർ അങ്ങനെ പറയില്ലാന്ന്. എന്തു വെച്ചാൽ ആർക്കും പറയാൻ പറ്റുക? ആർക്കും പറയാൻ കഴിയില്ല. വഹിയുള്ള നബി പോലും ആ വഹിയിട്ടാൻ കാത്തിക്കലാണ്, അല്ല പറഞ്ഞെടുത്തിട്ടില്ല. എങ്കിൽ പിന്നെ ഒന്നുമില്ലാത്ത നമ്മളൊക്കെ എന്തു ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം എന്ന് പറയാൻ ആരാ ഇവിടെ ഉള്ളത്? അതേപോലെ ഒരാൾ ഫത്വ കൊടുക്കുമ്പോൾ തൻ്റെ വലത്ത് സ്വർഗവും ഇടത്ത് നരകവും ഉണ്ട് സങ്കല്പിച്ചുകൊണ്ട് ഫത്വ കൊടുത്തോട്ടെ എന്നാണ്. ഇതിൽ ഏത് വേണമെന്ന് തീരുമാനിച്ചോട്ടെ. ഒന്ന് പയച്ചാൽ നരകത്ത് പോകും, ശരീക്കെത്തിയാൽ സ്വർഗത്തുള്ള വഴിയുമാണ്. ഇതിൽ ഏതാ എനിക്ക് വേണ്ടി ആലോചിച്ചിട്ട് പോകാൻ ഫത്വ കൊടുത്താൽ മതി എന്ന് വരെ പണ്ഡിതന്മാർ ഇതേക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ല ജാമി ബയാനിൽ ഇൽമി വഫദ്ലിഹി എന്ന കിതാബ് എഴുതിയത് ഈ ഒരു മേഖലയെ കൂടി പഠിപ്പിക്കാനാണ്. ലാ അദ്രി എന്ന് പറയേണ്ടത് ആവശ്യകത, അതേപോലെ അറിവില്ലാത്ത കാര്യം അറിവില്ലാതെ സമ്മതിക്കേണ്ട ആവശ്യകത, ദീൻ കൈകാര്യം ചെയ്യുമ്പോഴുള്ള ഗൗരവങ്ങൾ, ഇതൊക്കെ ബോധ്യപ്പെടുത്താനാണ് ഇബ്നു അബ്ദുൽ ബറിൻ്റെ ജാമി ബയാനിൽ ഇൽമി എന്ന കിതാബ് അദ്ദേഹം ക്രോഡീകരിച്ച് തന്നെ. മുൻഗാമികളെ താബിഈങ്ങളെ തബിഉ താബിഈങ്ങളെ എല്ലാം ഒരുപാട് സംഭവങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അവരൊക്കെ രംഗത്ത് കാണിച്ച സൂക്ഷ്മത. സ്വഹാബിമാരെ പോലും ഒരു സ്വഹാബിനടുത്ത് വേറെ സംശയം ചോദിക്കാൻ പോയ കഥ അദ്ദേഹം കൊടുക്കേണ്ടത്. സംശയം ചോദിക്കാൻ ചെന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് അത്ര കൃത്യം അറിയില്ല, നിങ്ങൾ ഇന്നടുത്ത് പോയി നോക്കി. അദ്ദേഹം പറഞ്ഞു വേറെ സ്വഹാബിയത്തേക്ക് വിട്ടു. അപ്പോൾ ആ സ്വഹാബിയത്ത് പോയി അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിപ്പോൾ എനിക്ക് അത്ര തന്നെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയില്ല. മൂപ്പര് വേറെ ഒരാളെ പേര് കൊടുത്തു, മൂന്നാമത്തെ സ്വഹാബിൻ്റെ. അപ്പോൾ അവിടെ പോയി അദ്ദേഹം നാലാമത്തെ ആഴത്തേക്ക് വിട്ടു, അദ്ദേഹം അഞ്ചാമത്തെ വിട്ടു. അങ്ങനെ പോയി 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 29 29ാമത്തെ ആള് വേറെ ആളെ പറഞ്ഞു അവിടെ പോയാൽ മതി. അത് ഇയാൾ ആദ്യം പോയ ആളാണ്. ഇയാൾ ഫസ്റ്റ് പോയ ആളാണ്. 29ാമത്തെ ആൾ പറഞ്ഞു ജിന്നടുത്ത് പോയിക്കോ, അവിടുന്ന് കിട്ടും. അപ്പോൾ നോക്കുമ്പോൾ അവിടെയാണ് ഇയാൾ ആദ്യം വയ്ക്കേണ്ടത്. അപ്പം അത്രയും അർഹനാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറയാൻ പേടിച്ചുകൊണ്ട് അവിടുന്ന് വല്ല തട്ടിത്തിരിച്ചൊഴിവാക്കുന്നു. അതായിരുന്നു അവരൊക്കെ ആ രംഗത്ത് കാണിച്ച സൂക്ഷ്മത. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു വലിയ പണ്ഡിതനാണ്, വലിയ അവഗാഹമുള്ള പണ്ഡിതനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. അദ്ദേഹത്തോട് ഒരാൾ സംശയം ചോദിച്ചു. അപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു ലാ അദ്രി, എനിക്കറിയില്ല. അപ്പോൾ ഇബ്നു അബ്ബാസ് വലിയ ആലിമാണ്, സ്വഹാബിയാണ്, നബി തങ്ങളെ ദുആ കിട്ടിയ ആളാണ്, ഖുർആൻ്റെ വ്യാഖ്യാതാവാണ്, ഒരു നേതാവാണ്. അപ്പോൾ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്കറിയില്ല. ഇദ്ദേഹം വീണ്ടും വേറെ ചോദ്യം ചോദിച്ചു. അപ്പോഴും ഇദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല. മൂന്നാമത് ചോദ്യം ചോദിച്ചു. അപ്പോഴും പറഞ്ഞു ലാ അദ്രി, എനിക്കറിയില്ല. നിങ്ങൾ ചോദിച്ചതിനൊക്കെ മറുപടി ലാ അദ്രി. അവസാനം ചോദ്യകർത്താവിന് ഒരു പുച്ഛം തോന്നിയാവും, ഇതാ ഇപ്പോൾ വലിയൊരു ആലിമ് ഇത്ര ചോദ്യം ചോദിച്ചിട്ട് ഒറ്റൊന്നും കൂടി മറുപടി ഇല്ല എന്ന മട്ടിൽ അദ്ദേഹം തിരിഞ്ഞു പോയി. അപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു യുരീദൂന അൻ യജ്അലു ളുഹൂറന ജിസ്റൻ ലഹും ഇലന്നാർ. നമ്മൾ അറിയാത്ത പറഞ്ഞെടുത്തിട്ട് ഓരൊക്കെ നാളെ പരലോകത്ത് നമ്മളെ മുതുക് നരകത്തിലേക്ക് പാലമാക്കാനുള്ള പണിയാണ്. തൽക്കാലം ഒഴിവില്ല. നമ്മളെ മേത്ത് ചവിട്ടി കഴിഞ്ഞിട്ട് വേണം അവരിങ്ങനെ നരകത്തിൽ ഇബ്നു അബ്ബാസ് പറയട്ടെ ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവിടെ വരും. ദീനില്ലാത്ത ചെയ്തിട്ട് അവിടെ വരുമ്പോൾ എന്തോടെ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എന്നോട് ഇബ്നു അബ്ബാസ് പറഞ്ഞാണ് അതോടെ ചെയ്തത് എന്ന് പറഞ്ഞാൽ അടുത്ത് പിടുത്തായിരിക്കുക ഇബ്നു അബ്ബാസിനാണ്. അപ്പം എൻ്റെ മുതുക് നരകത്തേക്ക് പാലമാക്കാനുള്ള പരിപാടിയാണ്, ഇന്നെ കിട്ടൂല എന്നാണ് സ്വഹാബിയായ അഗ്രഗണ്യനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന് നൽകിയ പ്രതികരണം. ഇബ്നു അബ്ദുൽ ബർ ജാമി ബയാനിൽ ഈ സംഭവങ്ങളൊക്കെ പരാമർശിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ദീന് പഠിക്കുക എന്നത് പ്രധാനമാണ്.